ഇപ്പോൾ ഈ ഉയർത്തെഴുന്നേൽപ്പിൻ്റെ ഈ ദിവസം, ഈ ആശ്വാസന ദിവസത്തിൽ പീഡാനുഭവങ്ങൾ കടന്ന ഇറാനിൽ കുടുങ്ങിയ 345 ഇന്ത്യൻ മത്സ്യത്തൊഴിലാളികളുടെ കാര്യം പറയാം. അവരൊക്കെ നാട്ടിൽ തിരിച്ചു വന്നുവെന്ന് സന്തോഷകരമായ കാര്യമുണ്ട്. അർമേനിയ വഴിയാണ് ഇവർ ഇന്ത്യയിലെത്തിയത്. അർമേനിയയ്ക്ക് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ നന്ദിയും പറഞ്ഞു എന്നാണ് വിവരം. ഡൽഹിയിൽ നിന്ന് PR അരവിന്ദ് ഈ വാർത്ത അപ്ഡേറ്റ് ചെയ്യാൻ നമുക്കൊപ്പം ചേരുന്നു. അരവിന്ദ്, ഗുഡ് മോർണിംഗ് ആൻഡ് ഈസ്റ്റർ ഡേ ഗ്രീറ്റിംഗ്. ഗുഡ് മോർണിംഗ് SKN. എല്ലാവർക്കും ഈസ്റ്റർ ദിന ആശംസകൾ നൽകുന്നു. ആ ദിനത്തിൽ വലിയ ആശ്വാസം നൽകുന്ന ഒരു വാർത്ത കൂടിയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. പശ്ചിമേഷ്യൻ സംഘർഷം ആരംഭിച്ചതിന് പിന്നാലെ മത്സ്യത്തൊഴിലാളികളടക്കം നിരവധി ഇന്ത്യക്കാരാണ് ഇറാനിൽ കുടുങ്ങിക്കിടന്നത്. അതിൽ 345 മത്സ്യത്തൊഴിലാളികൾ ഇന്നലെ രാത്രിയോടുകൂടി ചെന്നൈയിലേക്ക് മടങ്ങിയെത്തിയിരിക്കുന്നു. ഇന്ത്യയിലേക്ക് അവർ മടങ്ങിയെത്തിയിരിക്കുന്നു. അർമേനിയ വഴിയാണ് അവർ ഇന്ത്യയിലേക്ക് എത്തിയത്. ഇറാനിൽ നിന്ന് റോഡ് മാർഗം അർമേനിയയിൽ എത്തുകയും അവിടെ നിന്ന് വിമാനമാർഗത്തിൽ ഇന്ത്യയിലേക്ക് മടങ്ങുകയുമായിരുന്നു. അർമേനിയയ്ക്ക് വലിയ രീതിയിലുള്ള നന്ദിയാണ് ഇപ്പോൾ ഇന്ത്യ അറിയിച്ചിരിക്കുന്നത്. വിദേശകാര്യമന്ത്രി നേരിട്ട് തന്നെ ഈ നന്ദി അർമേനിയ സർക്കാരിനെ അറിയിച്ചിരിക്കുകയാണ്. കാരണം വലിയ പ്രതിസന്ധിയിൽ ആ രാജ്യം തുടരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഏകദേശം 1500ഓളം ഇന്ത്യക്കാർ ഇതുവരെ അർമേനിയ വഴിയും അതുപോലെ തന്നെ അസർബൈജാൻ വഴിയും ഇന്ത്യയിലേക്ക് മടങ്ങിയെത്തിയിട്ടുണ്ട്. എന്തായാലും ഇന്നലെ രാത്രിയോടുകൂടി 345 മത്സ്യത്തൊഴിലാളികളാണ് ചെന്നൈ വിമാനത്താവളത്തിൽ എത്തിയത്. ഇവർക്ക് വേണ്ടിയുള്ള എല്ലാ സൗകര്യങ്ങളും അവിടെ ഒരുക്കിയിരുന്നു അർമേനിയൻ സർക്കാർ. അപ്പോൾ കൃത്യമായ ഏകോപനം കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്ന് നടന്നിരുന്നു. വരും ദിവസങ്ങളിലും കൂടുതൽ പേർ ഇന്ത്യയിലേക്ക് മടങ്ങി എത്തും എന്ന് തന്നെയാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ അറിയിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന പ്രതിസന്ധി മറികടക്കാനുള്ള വിവിധ തരങ്ങളിലുള്ള ചർച്ചകൾ അത് വിവിധ മന്ത്രാലയങ്ങളും അതുപോലെ തന്നെ വിവിധ സർക്കാരുകളുമായി നടക്കുന്നുവെന്ന് കൂടി ഇപ്പോൾ കേന്ദ്ര സർക്കാർ അറിയിച്ചിരിക്കുന്നു. ഉടൻ തന്നെ ഇറാനിൽ നിന്ന് ഇന്ത്യയിലേക്ക് മടങ്ങിയെത്താൻ ആഗ്രഹിക്കുന്ന മറ്റുള്ളവരെ കൂടി ഇന്ത്യയിലേക്ക് മടക്കി എത്തിക്കുമെന്ന് കൂടി ഇപ്പോൾ കേന്ദ്ര വിദേശകാര്യമന്ത്രി വ്യക്തമാക്കുന്നു. ഇന്നലെ രാത്രിയോടുകൂടിയാണ് 345 മത്സ്യത്തൊഴിലാളികൾ ഇന്ത്യയിലേക്ക് മടങ്ങിയെത്തിയത്. SKN. താങ്ക് യു PR അരവിന്ദ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.